ദ ഓൺലി വേ ടു ഫൈൻഡ് യുവർ വോയിസ് ഈസ് ടു യൂസ് ഇറ്റ് എന്ന് പറയുന്നത്. ടോക്ക് ഔട്ട് ദ തിങ്സ് യു ലവ്, യുവർ വോയിസ് വിൽ ഫോളോ യു എന്ന് പറയുന്നത്. ഇത് അസ്റ്റിൻ കെല്ലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈറ്റർ പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്താണോ നമുക്ക് എന്താ പറയുക പാഷൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളോ മേ ബി നമുക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് ആ ഒരു വിഷയത്തിന് കൂടുതൽ ഏതുതരം ഓഡിയൻസ് ആണോ ഉള്ളത് അവരിലേക്ക് നമുക്ക് കൂടുതൽ എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ നമുക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കും. പറ്റുക എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിലും ഈ പറയുന്ന ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. അസ്റ്റിൻ കെല്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ബുക്കിലും സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയോ നമുക്ക് എങ്ങനെ ലോകത്തിന് കൊടുക്കാം. പുള്ളി കളക്ട് ചെയ്ത് വെച്ചിരുന്ന നോട്ട്സ് മാത്രമാണ് ഈ സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ. ഒരു 150 പേജിൽ പുള്ളിയുടെ നോട്ടിലുണ്ടായിരുന്ന ഡ്രോയിങ്സ്, അതുപോലെ തന്നെ എന്താ പറയുക പുള്ളിയുടെ ഐഡിയാസ് ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഓരോ തോട്ട്സ് ഉണ്ടല്ലോ, ആ തോട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ പുള്ളി ഷെയർ ചെയ്യുന്നു. ചിലപ്പോൾ ഞാൻ മേ ബി ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബുക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു ഐഡിയ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മേ ബി അവന് വേറെ തോട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ആൾ വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് വേണമെങ്കിൽ എഴുതാം. ചിലപ്പം ആ ഒരു ബുക്ക് വായിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ട്രാവൽ തന്നെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ആ ബുക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ആർട്ട് കൊടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണെന്ന് പറയുന്നത്. എല്ലാം തന്നെ നമ്മൾ ഓരോ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊരു വാക്കിൽ നിന്നോ ആയിരിക്കും നമ്മൾ ഇൻസ്പയർ ആകുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആകുന്നതെന്ന് ഇതിൽ പറയുന്നുണ്ട്. കളക്ഷൻ ഓഫ് മിക്സർ ഐഡിയാസിൻ്റെ ഔട്ട്പുട്ടാണ്. നമ്മളതെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മളതെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളിൽ നിന്ന് വരുന്ന ഒരു വർക്ക് ആയിക്കോട്ടെ, അതൊരു പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിക്കോട്ടെ, ഇതെല്ലാം ഈ പറയുന്ന ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റോറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞതായിക്കോട്ടെ, ഈ പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക ഈ പറയുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ നമുക്ക് കിട്ടിയൊരു എഡ്യൂക്കേഷന് ഉപരി നമ്മൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫീൽഡിൽ നമുക്ക് കിട്ടാവുന്നത്ര ഇൻഫർമേഷൻ എടുക്കുക അല്ലെങ്കിൽ കിട്ടാവുന്നത്ര ലേണിങ്സ് എടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടവർ അതിൽ ആ ഒരു മേഖലയിൽ എങ്ങനെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ എന്താണ് ബാക്ക് സ്റ്റോറീസോ അല്ലെങ്കിൽ അവരെങ്ങനെ ആ ഒരു മീഡിയത്തിൽ വന്നു അതിനെക്കുറിച്ചുള്ള കളക്റ്റീവ് ഇൻഫർമേഷൻസോ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫീൽഡ് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ഗൂഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ ഈ ഒരു മീഡിയത്തിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം അതിൻ്റെ അകത്തൊരു ലേണിങ്സ് എടുക്കാൻ സാധിക്കും അത് തന്നെയാണ് അതിന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്തായിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതൽ ഡയറക്റ്റായിട്ടൊരു വ്യക്തിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഇത് എന്നിരുന്നാൽ പോലും നമുക്കതിൽ കിട്ടാവുന്നത്രയും ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ ആ നിൽക്കുന്ന ഒരു മേഖലേനെ നമ്മൾ എന്താ പറയുക ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഇതാവെന്ന് പറയുന്നുണ്ട്. സ്കൂൾ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ട് കോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഇതിൻ്റെ അകത്ത് വരുന്നത്. സ്റ്റാർട്ട് കോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ഒരു കാര്യമാണ് എന്തൊരു വിഷയമാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു വിഷയം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമല്ല നമ്മളത് ലേണിങ് ചെയ്ത്. ഇപ്പോൾ ഒരു അക്ഷരം പഠിക്കുന്നതാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുന്നതാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ വേറൊരു പാട്ട് പാടി പഠിച്ചിട്ടല്ലേ നമ്മൾ ആ ഒരു ഇത്, അല്ലെങ്കിൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിലും ശരി എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ട് കോപ്പിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണോ ചെയ്ത് നോക്കുന്നത് അത് ചെയ്തിട്ടാണ് നമ്മുടെ ഓൺ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓൺ ഐഡിയ നമ്മൾ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പടം വരയ്ക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ ആദ്യം ഒരു പടം സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് വേറൊരു പടം കണ്ട് വരച്ച് നോക്കുന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് വിടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മളതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മുടെ ഒരു ഓൺ തിങ്സ് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓൺ എന്താ പറയുക ഐഡിയ നമുക്ക് അതിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ല. എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം തന്നെ ഈ പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ട് കോപ്പിംഗ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ ഒരു വിഷയത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഫൈൻഡ് ചെയ്യാനും അതുപോലെ നമ്മളിൽ നിന്ന് എന്ത് വരുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം വലിയ വലിയ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ആയിക്കോട്ടെ, അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഐഡിയാസോ നമ്മൾ അവർ വായിച്ചു നോക്കുന്നു, അല്ലെങ്കിൽ അത് എന്താ പറയുക അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അനലൈസ് ചെയ്യുന്നതിന് ഫലമായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ഒരു എക്സ്പീരിയൻസും കൂടെ കൂട്ടി എന്താ പറയുക മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയ നമുക്ക് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കണ്ടന്റ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ആ പറയുന്ന ഒരു ഇത് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിങ്ങിൽ ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മളത് അനലറ്റിക്കലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കതിന് ആ ഒരു ലേണിങ്സ് എടുത്തിട്ട് നമ്മുടേതായ ഒരു ഇൻപുട്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കോപ്പിങ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിനെ പൂർണ്ണമായിട്ട് കോപ്പി അടിക്കുക എന്നല്ല, അവൻ്റെ ഒരു വർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ വർക്ക് നമ്മൾ കണ്ട് ഇൻഫ്ലുവൻസ് ആവുക. ടാരന്റീനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു
ഡയറക്ടറൊക്കെ ഉണ്ട്. എല്ലാ സിനിമകളിൽ നിന്നും ആൾ ഇൻസ്പയർ ആകുന്നെന്ന് പറയുന്നുണ്ട്. വെച്ചാൽ പർട്ടിക്കുലറായിട്ട് ആ ഒരു സീനോ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സബ്ജക്റ്റോ അല്ലാതെ ആ ഒരു കണ്ടന്റിനെ എടുത്തിട്ട് പുള്ളിയുടേതായ രീതിയിൽ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോഴും അത് ഭയങ്കര കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ഒത്തിരി സിനിമകളൊക്കെ ഉണ്ട്. പൾപ്പ് ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ റിസർവോയർ ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞ പടമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇൻസ്പയർ ആകുന്നുണ്ട്. അത് കോപ്പിങ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു കണ്ടന്റിനെ എടുത്തിട്ട് നമുക്ക് അവരുടേതായ രീതിയിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അമറോസ് പെറു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിം ഉണ്ടായിരുന്നു, അലജാൻഡ്രോ ഇൻറാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫിലിം കണ്ടിട്ട് നമ്മുടെ വെട്രിമാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടർ ഉണ്ട് തമിഴിലുള്ള. അപ്പം ആ പുള്ളി അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഇവിടെ ആടുകളം എന്ന്, അതിൻ്റെ പേര് കറക്റ്റായി എനിക്കറിയില്ല, ആടുകളം എന്നാണ് എനിക്ക് തോന്നുന്നത്, ധനുഷൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്. അപ്പം ആ ഒരു കണ്ടന്റ് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇവിടെ ആ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ ആ ഒരു ആർട്ടിസ്റ്റിന് വരുന്നത്. അപ്പം ഈ പറയുന്ന ഇൻസ്പയർ ആകാൻ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആർട്ട് വർക്കോ കണ്ടിട്ട് ഇൻസ്പയർ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഇൻസ്പയർ ആകാനും. നമ്മൾ എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ പരിചയപ്പെടുന്നോ, അതുപോലെ തന്നെ അവരുടെ വർക്കുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നോ, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെയും എന്താ പറയുക ഐഡിയാസ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്സ് കിട്ടും. അപ്പം ഇതിൽ ഒരാളൊരു സാധനം കൊടുക്കുന്നു, അത് കണ്ടിട്ട് വേറൊരാൾക്ക് വേറെ ഐഡിയ തോന്നുന്നു, പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടികൾ പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്സ് വായിക്കുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ അതിൽ നല്ലൊരു ബുക്ക് നമുക്ക് എന്താ ചിലപ്പോൾ എഴുതാൻ സാധിച്ചിരിക്കും. ഇപ്പം റീസെൻറ്റ് ടൈമിൽ ഒരു റൈറ്റർ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് പ്രഭ എന്ന് പറയുന്ന ഒരു റൈറ്റർ വന്നതിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമുക്കിപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ എത്രത്തോളം നമുക്ക് ഈ റൈറ്റേഴ്സിന് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഒരു റൈറ്റർ അതിന് റീപ്ലൈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ റൈറ്റർ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമോ അല്ലെങ്കിൽ ആൾ ഫീൽ ചെയ്തിട്ടുള്ളൊരു മഴയോ അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയോ എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന ഒരു എയുടെ കയ്യിലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും ഈ കളക്റ്റീവായിട്ടുള്ള ഒരു ഹോൾ ഇൻഫർമേഷൻ മാത്രമാണ് ഈ ഇടയിലുള്ളൂ. അത് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നു എന്നല്ലാതെ നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ നമ്മുടേതായ ഒരു എന്താ പറയുക ഒരു ആശയം നമുക്ക് അതിൻ്റെ അകത്ത് ഇടാനില്ല. അപ്പോൾ ആ ഒരു റൈറ്റർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ഈ പറയുന്നൊരു കാര്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പുള്ളിക്ക് ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസോ ഒരിക്കലും എ ഡിയിലില്ല. അപ്പം നമുക്കത് ഒരിക്കലും ഈ പറയുന്ന ഒരു എയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇതിന് നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹ്യൂമൻ ബീങ്സിന് കിട്ടുന്ന ആ ഒരു ഇൻപുട്ട് ഇടാനുള്ള ഒരു കഴിവില്ല എന്ന് പറയുന്നു. പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിരിക്കാം, പക്ഷെ നമുക്കത് എത്രത്തോളം അതിന് ലൈഫ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ബ്രെയിൻ ആവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ പറയുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ശരീരത്തെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു വർക്കിലോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ബോഡീനെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ വന്നാൽ മാത്രമേ ഒരു വർക്ക് റീലാവുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ലൈഫുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ റൈറ്റർ പറയുന്നൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റിങ്ങിൽ ആണെങ്കിൽ പോലും അപ്പോൾ ആ റൈറ്റിങ്ങിൽ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോയിട്ട് ഒരു മുറിക്കകത്തിരുന്ന് മാത്രം എഴുതുന്ന പോലെ അല്ലാതെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം ആ ഒരു റൈറ്റർ എഴുതാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വലിയ വലിയ ഐസൊലേറ്റഡ് ആയിട്ടുള്ള മൗണ്ടെയിൻസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒരു മൗണ്ടെയിനിൽ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട വീട്ടിലിരുന്ന് ചിലപ്പോൾ ആ ഒരു റൈറ്റിംഗ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ചിലപ്പം മേ ബി ആൾക്ക് കിട്ടിയേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്കിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ യൂസർ ഹാൻഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലും ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എത്രത്തോളം നമ്മളെ ഈ പറയുന്ന ഒരു വർക്കിന് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എന്താ ഈ ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ എന്തിരുന്നാൽ പോലും എടുത്താൽ പോലും എത്രത്തോളം നമ്മളായിട്ട് ചെയ്യുന്ന ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബീനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വർക്കിന് കിട്ടുന്നത്രയും എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് വേറൊന്നിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് യൂസർ ഹാൻഡ് എന്ന് പറയുന്ന ഒരു TF മാത്യൂസ് എന്ന് പറയുന്ന റൈറ്റർ പറയുന്നുണ്ട്. ഡെസ്റ്റിനേഷനിലുപരി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രാവൽ തന്നെയാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക നമ്മൾ എടുക്കുന്ന ഒരു ആ ജേണിക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ പലപ്പോഴും നമ്മൾ ആ ഡെസ്റ്റിനേഷന് നമ്മളൊരു പ്രാധാന്യം കൊടുത്താലും ആ ഒരു ജേണിയിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വലുതായിരിക്കും. നമ്മളവിടെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുന്നവരെ ചിലപ്പം നമുക്ക് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസോ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ എക്സ്പീരിയൻസും തരും, അതിൽ നിന്ന് നമുക്ക് കളക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ തരും എന്ന് പറയുന്നത്. അപ്പോൾ അസ്റ്റിൻകലിന് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്ന വേറൊന്നുമല്ല, ഈ ട്രാവൽ നമ്മളെ അത്രത്തോളം ചേഞ്ച് ആവുമെന്ന് പറയുന്നത്. ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ നീണ്ട ഒരു യാത്രയൊക്കെ പോയിട്ട് വരുമ്പോഴാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മളൊരു റിഫ്രഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമുക്ക് മൈൻഡിനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അത് നൂറി ബിൽജി സെൽ എന്ന് പറയുന്നൊരു ഡയറക്ടറുണ്ട്. അപ്പം ആ ഒരു ഡയറക്ടർ ആണെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക വൈൽഡ് പേർ ട്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു ഡയറക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ഡയറക്ടർ പോലും ഹിമാലയത്തിലോട്ടൊരു യാത്ര പോയതിന് ശേഷമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സിനിമ ചെയ്യാന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണി അല്ലെങ്കിൽ ആ ഒരു ട്രാവൽ അവർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് മേ ബി ഈ പറയുന്ന ഒരു വർക്കിനെ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിൽ എന്താ പറയുക ആ ഒരു പാട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സുഷിൻ ശ്യാം എന്ന് പറഞ്ഞൊരു ആൾ കുമ്പളങ്ങി നൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് ഡയറക്ടർ ആവശ്യപ്പെട്ടു അത് ക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷേ അത് പുള്ളിക്ക് എന്ത് ചെയ്താൽ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷിൻ ശ്യാമും അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ഒരു ട്രാവൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ട്രാവലിന് ശേഷമാണ് അതിൽ വരുന്ന ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ ബുക്കിൽ പറയുന്ന പോലെ തന്നെ മേ ബി നമ്മളെ എന്താ പറയുക നമ്മളെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയുക പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ട്രാവൽ ചിലപ്പോൾ നമ്മളെ എന്താ പറയുക ഒന്ന് റെഡിയാക്കി എടുക്കുമെന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്റ്റിൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മുടേതായ ഒരു ഇൻപുട്ട് ശരിക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും, നമ്മുടേതായ ഒരു ഔട്ട്പുട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിക്കോട്ടെ, എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് എന്താ പറയുക ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ആണ് ഇതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് ഈ പറയുന്ന അസ്റ്റിൻ കെല്ലൻ എന്ന് പറയുന്ന ഒരു ആളെയും ഈ പറയുന്ന ഒരു റൈറ്റർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റൈറ്റർ ആക്കിയത് അല്ലെങ്കിൽ ആ റൈറ്റർ ആയത് എങ്ങനെയാണെന്നും ഉള്ളതും ഈ ഒരു ബുക്കിൽ അവർ സംസാരിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഈ ഒരു ബുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ ഒത്തിരി പുസ്തകങ്ങളൊന്നും അങ്ങനെ വായിക്കുന്ന പരിപാടി ഇല്ല അങ്ങനെ കുത്തിയിരുന്ന, പക്ഷേ എന്നാൽ പോലും ചില വർക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യും. അത് എന്താ പറയുക നമ്മൾ ഒരു ബുക്കും വായിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അത് വായിച്ച് തീർന്ന ഉടനെ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് നന്നാവുന്നൊന്നും അല്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചിലപ്പം ഒരു ചേഞ്ചസ് ഉണ്ടാകും. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി അത് ഒറ്റയിരിപ്പിൽ വായിച്ചിട്ട് നാളെ രാവിലെ ഞാൻ ഈ പറയുന്ന വലിയ ഇതാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് സ്വാധീനിക്കാം മേ ബി, പക്ഷേ അത് നമ്മളെ പൂർണ്ണമായിട്ട് ചിലപ്പോൾ മാറ്റണമെന്നില്ല ഒരു വർക്കും. നമ്മളെ ചിലപ്പോൾ നമ്മുടെ ഒരു കാഴ്ചയിലൊരു ഡയറക്ഷൻ ഉണ്ടായേക്കാം, അല്ല ഒരു ചേഞ്ച് ഉണ്ടായേക്കാം ഡയറക്ഷനിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേരൊക്കെയാണ് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മൈൻഡിൽ ഒരു പ്ലാനൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടും ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഒരു വർക്ക് നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ശരിക്കും പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലോക്ക് യുവർ ക്രിയേറ്റിവിറ്റി എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൺ ഈസ് ബെറ്റർ ദാൻ ഗുഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലിസബത്ത് ഗിൽബർട്ട് പറയുന്നൊരു ലൈനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ശരിയാവോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുന്നതിൽ നല്ലത് നമ്മളതിൽ ആക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും പല ടൈമിലും പലരും എന്നോടാണെങ്കിൽ പോലും ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും 2-3 വർഷത്തെ ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പറയുന്നൊരു ഫീൽഡിൽ അപ്പോൾ ഏത് മേഖല ആയിക്കോട്ടെ ആ പറയുന്നൊരു മേഖലയിൽ നമ്മൾ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. നമ്മൾ അതിലൊരു ആക്ഷൻ എടുക്കുക, നിങ്ങൾക്ക് എന്താണോ വരുന്നത് അതിൽ നമ്മളൊരു ആക്ഷൻ എടുക്കുക, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ചിലപ്പം കൂടുതൽ കണക്ഷൻസ് കിട്ടിയേക്കാം. അപ്പോൾ ഈ ഒരു ബുക്കിലാണെങ്കിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ഷെയർ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടവർ നിങ്ങളെ ഉറപ്പായിട്ടും ക്യാച്ച് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ റീച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, നമ്മളിലോട്ട് എത്തുമെന്ന് പറയുന്നുണ്ട്. വെച്ചാൽ നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മേ ബി 1-2 പേര് അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ എന്നെ റീച്ച് ചെയ്തേക്കാം അല്ലെങ്കിൽ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തേക്കാം. എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരു ബിസിനസ് ആയിക്കോട്ടെ, ആ ഒരു ബിസിനസ്സിൽ താല്പര്യമുള്ള ഒരു വ്യക്തി നിങ്ങളെ ഉറപ്പായിട്ടും എന്താ പറയുക നിങ്ങളുടെ അടുത്ത് വരും എന്ന് പറയുന്നത് തന്നെ. നിങ്ങളൊരു പാട്ട് പാടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഡെഫിനറ്റ്ലി നന്നായിട്ട് പാടുവാണെങ്കിൽ ചിലപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും. എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളാണ് നിങ്ങളൊരു വോയിസ് കണ്ടെത്തേണ്ടത്. ആ ഒരു വോയിസ് നമ്മളാണ് യൂസ് ചെയ്യുന്നത്. എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം നമ്മൾ ബെറ്ററായിട്ട് ആ ഒരു വോയിസ് യൂസ് ചെയ്യുക. ഈ ഒരു ബുക്കിൽ പറയുന്ന പോലെ തന്നെ എനിക്ക് ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇപ്പം ഇത്രത്തോളം വൈഡായിട്ടൊരു ലോ ആണ്. അപ്പം നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബുക്കിൽ പറയുന്ന പോലെ തന്നെ നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് എന്താ പറയുക റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ ഇപ്പം ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുക. ആ ഒരു കണക്ഷൻസ് മേ ബി നിങ്ങളെ ലൈഫിൽ തന്നെ ബെറ്റർ ആക്കിയേക്കാം. അത് ഒരു ബുക്കിൽ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കോട്ടെ, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതിന് ഫലമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു കണക്ഷൻസ് ഉണ്ടാകും. ആ ഒരു കണക്ഷൻ മേ ബി നിങ്ങളെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്ന ഒരു
കാര്യം കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യാതിരിക്കുന്നതിനാണ് ഏറ്റവും വലിയൊരു ഫെയിലിയർ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എന്താ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ നമ്മളത് എത്രത്തോളം ഇപ്പോൾ ഒരു ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് ആ ഒരു ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുമോ, അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാകാം. മേ ബി അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു എന്താ ബെറ്റർ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നു.